ഹലോ, ഇന്നത്തെ വീഡിയോ സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്കാണ് കേട്ടോ. എൻ്റെ സ്കിൻ ആ ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് യാതൊരു ക്രീമായാലും എന്തായാലും തേച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ റിയാക്ഷൻ വരും. അതുപോലെ പെട്ടെന്ന് ഇങ്ങനെ ചെറിയ ചെറിയ കുരുക്കൾ എന്തെങ്കിലുമൊക്കെ അലർജി ടൈപ്പ് വരും. ബട്ട് ഈ ഒരു സാധനം ഞാൻ കുറച്ചായി യൂസ് ചെയ്തിട്ട് എനിക്ക് ഇത് വളരെ ആപ്റ്റായി തോന്നി കേട്ടോ. ഓയിലി ആയിട്ടുള്ള പെട്ടെന്ന് വിയർക്കണ എന്തിട്ടാലും പെട്ടെന്ന് റിയാക്ഷൻ വരുന്ന സെൻസിറ്റീവ് സ്കിന്നുകാർക്കൊക്കെ വളരെ അഫോർഡബിളായ റേറ്റിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സൺസ്ക്രീനും മോയ്സ്ചറൈസറുമാണ് മിനിമലിസ്റ്റിൻ്റെ. ഇതെൻ്റെ ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ ആണ് കേട്ടോ. ഇവയുടെ പ്രൊഡക്റ്റിൽ അൺനെസസറി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്ക് സേഫ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണിത്. ഞാൻ മെയിനായിട്ട് ഇവൻ്റെ സൺസ്ക്രീൻ്റെ ഫാനാണ് കേട്ടോ. ഇതിൻ്റെ ടെക്സ്ചർ പറയാം ആദ്യം. വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്, വെള്ളം പോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യും. പിന്നെ സ്റ്റിക്കി ആയിട്ടുള്ള ഫീലൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഇതിന് സ്കിന്നിലാണെങ്കിൽ വൈറ്റ് കാസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. മേക്കപ്പിൻ്റെ അടിയിൽ പോലും നമുക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം. എനിക്കുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ പ്ലസ് പോയിൻറ്റ് ബാക്കിയുള്ള പ്രൊഡക്റ്റൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇച്ചിങ്, ബേണിങ്, റെഡ്നെസ് ഇതൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് ഇന്നേ വരെ ഇതൊന്നും ഉണ്ടായിട്ടില്ല. എന്നിരുന്നാലും നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ സെൻസിറ്റീവായിട്ടുള്ള എല്ലാവർക്കും ഒരേ ടെക്സ്ചർ ആവില്ലല്ലോ സ്കിന്നിൻ്റെ. അപ്പോൾ ചെറുതായി ഒന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം മുഖത്ത് അപ്ലൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഞാൻ ഇതിലാകെ 2 സാധനം മാത്രമേ ഓർഡർ ചെയ്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ എനിക്ക് ഫ്രീ കിട്ടിയതാണ്. ഇപ്പം നല്ല ഓഫറുള്ള ടൈമാണ് കേട്ടോ. എല്ലാവരും സൈറ്റിൽ കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. ഞാൻ ഇതിൽ മോയ്സ്ചറൈസറും സൺസ്ക്രീനും മാത്രമേ ഓർഡർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എനിക്കൊരു ഇത് രണ്ടും ഓർഡർ ചെയ്തപ്പോൾ ഒരു 20 ml ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു ഫ്രീ ആയിട്ട് കിട്ടി. അത് കഴിഞ്ഞിട്ട് ഒരു കൂപ്പൺ കിട്ടുമല്ലോ നമുക്ക്. ആ കൂപ്പൺ റെഡീം ചെയ്തപ്പോൾ അതിൻ്റെ കോഡിൽ ഒരു 100 ml ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു പിന്നെയും നമുക്ക് ഫ്രീ കിട്ടി. അങ്ങനെ ഈ 2 ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു 2 ഫ്രീ കിട്ടിയതാണ് കേട്ടോ. ഇവയുടെ ഷാമ്പു ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് അത് യൂസ് ചെയ്തതിന് ശേഷം ഞാൻ റിവ്യൂ പറയാം. എനിക്കിപ്പോൾ അതിനെക്കുറിച്ച് വലിയതായിട്ട് അറിയില്ല. എന്തായാലും എനിക്ക് നല്ല വർത്തായി തോന്നി കേട്ടോ. കൈ നിറച്ച് സാധനങ്ങൾ കിട്ടി. പിന്നെ സൺസ്ക്രീനിൻ്റെ കാര്യം പറയാം. ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ വീഡിയോ അല്ല. സെൻസിറ്റീവ് സ്കിന്നുള്ള ആൾക്കാർ മെയിനായിട്ട് ആപ്റ്റായിട്ടുള്ള പ്രൊഡക്റ്റിന് വേണ്ടി ഒരുപാട് അലയും. ഞാനും അതേ കുറേ നോക്കി നടന്നിട്ടാണ് എനിക്ക് ഈ ഒരു ബ്രാൻഡ് കിട്ടിയത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു യൂസ്ഫുള്ളായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഷെയർ ചെയ്യണതാണ് കേട്ടോ അത്. ഇനി ഇവയുടെ സൺസ്ക്രീനിനെ കുറിച്ച് പറയാം. ഇത് മെയിനായിട്ട് 3 ടൈപ്പ് ഉണ്ട്. ഫ്ലൂയിഡ് ഉണ്ട്, ക്രീമായിട്ടുണ്ട്, സ്റ്റിക്കായിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോന്നും ഓരോ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഫ്ലൂയിഡായിട്ടുള്ള SPF 15 15+++ കേട്ടോ. വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്. പിന്നെ ഇറിറ്റേഷൻ കുറവാകും, വൈറ്റ് കാസ്റ്റ് ഇല്ല. ഏത് ചൂടായിട്ടുള്ള ക്ലൈമറ്റിലാണെങ്കിലും വിയർക്കുന്ന ആൾക്കാർക്ക്, അതുപോലെ സെൻസിറ്റീവായിട്ടുള്ള ഓയിലി ആയിട്ടുള്ള ഇത് രണ്ടും കൂടി കോമ്പിനേഷൻ ആയിട്ടുള്ള അങ്ങനത്തെ സ്കിന്നുകാർക്കൊക്കെ ഏറ്റവും നല്ല ചോയ്സാണ് കേട്ടോ ഈ ഫ്ലൂയിഡ്. ഇനി ഇതിൻ്റെ ക്രീമാണെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള നോർമൽ സെൻസിറ്റീവ് സ്കിന്നുകാർക്കാണ് കേട്ടോ നല്ലത്. അതൊരു തിക്കായിട്ടുള്ള ഫീൽ ഉണ്ടാവും. പിന്നെ റീഅപ്ലൈ ചെയ്യാനൊക്കെ നല്ലതാണ്. ഇനി 3ാമത്തെ സ്റ്റിക്കായിട്ടുള്ളതാണ്. അത് മേക്കപ്പൊക്കെ ചെയ്തിട്ട് അതിന് മുകളിലൊക്കെ റീഅപ്ലൈ ചെയ്യാനൊക്കെ നല്ലതാണ്. പിന്നെ സെൻസിറ്റീവ് സ്കിന്നുള്ള ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരേ സമയം തന്നെ ആസിഡായിട്ടുള്ള അല്ലെങ്കിൽ റെറ്റിനോളൊക്കെ ഉള്ള പ്രൊഡക്റ്റ് ഉപയോഗിക്കരുത്. ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർ മസ്റ്റായിട്ടും പാച്ച് ടെസ്റ്റ് ചെയ്യണം കേട്ടോ. പിന്നെ കണ്ണിന് ചുറ്റും പറ്റുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. കണ്ണിനോട് കുറച്ച് വിട്ടിട്ട് വേണം സൺസ്ക്രീൻ എപ്പോഴും അപ്ലൈ ചെയ്യാൻ. പിന്നെ ഇപ്പം നല്ല ഓഫറുള്ള ടൈമാണ് കേട്ടോ. വിറ്റാമിൻ B5 10% മോയ്സ്ചറൈസർ 349 രൂപയാണ് പ്രിൻ്റഡ് പ്രൈസ്. നമുക്കത് കിട്ടിയത് 241 രൂപയ്ക്കാണ് കേട്ടോ. സൺസ്ക്രീന് 399 പ്രിൻ്റഡ് ആയിട്ടുള്ള പ്രൈസ്. നമുക്കത് കിട്ടിയത് 276 രൂപയ്ക്കാണ് കേട്ടോ. അപ്പോൾ നല്ല ഓഫറുണ്ട്. അതുകൂടെ ഇങ്ങനെ കൂപ്പണൊക്കെ ഇതാക്കുമ്പോൾ റെഡീം ചെയ്യുമ്പോൾ അങ്ങനെയും നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും സൈറ്റിൽ കയറിയിട്ട് നോക്കുക. നമ്മൾ ഫേസിൽ എന്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിലും ഫസ്റ്റ് നമ്മുടെ ഫേസ് നല്ലപോലെ വാഷ് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് വിറ്റാമിൻ B5 മോയ്സ്ചറൈസറാണ് കേട്ടോ. ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ ഒരു ക്രീമി ആണ്. എന്നാൽ പക്ഷേ വല്ലാതെ ഹെവി ഒന്നുമല്ല,
നമ്മുടെ മുഖത്തൊക്കെ നന്നായിട്ട് ബ്ലെൻഡ് ആവും കേട്ടോ. നല്ല പോലെ മോയ്സ്ചറൈസർ ആക്കും. അതുപോലെ തന്നെ ഡ്രൈ പാച്ചസൊക്കെ കുറയ്ക്കും. നല്ല അടിപൊളി ഇതാണ് കേട്ടോ. പിന്നെ സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്കുള്ള ആക്നെ, ഇറിറ്റേഷൻ ഇതൊന്നും ഉണ്ടാവില്ല കേട്ടോ. മോർണിംഗ് ആണെങ്കിലും നൈറ്റ് ആണെങ്കിലും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്, അതുപോലെ തന്നെ ഓയിൽ ഫ്രീ ആണ്. ഇത് ഏത് സ്കിൻ ടൈപ്പ് ആൾക്കാർക്കും ഒരുപോലെ യൂസ് ചെയ്യാം കേട്ടോ. ഓയിലി സ്കിൻ ടൈപ്പ് ഉള്ളവർക്കും അതുപോലെ കോമ്പിനേഷൻ സ്കിന്നാണെങ്കിലും ആർക്ക് വേണമെങ്കിലും ഒരുപോലെ യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് സൺസ്ക്രീൻ ഇട്ട് കൊടുക്കാം. ഇത് വളരെ എന്താ പറയുക, നല്ല പോലെ ബ്ലെൻഡ് ആവും കേട്ടോ. നമുക്ക് ക്രീമി ടെക്സ്ചർ ആണെങ്കിൽ കുറച്ച് ഹെവി ആയിട്ടൊക്കെ തോന്നിയെങ്കിലും നമ്മുടെ സ്കിന്നിൽ നല്ല പോലെ ബ്ലെൻഡ് ആവും. വൈറ്റ് കാസ്റ്റ് ഒന്നും ഇല്ലാതെ നല്ല പോലെ മേക്കപ്പിൻ്റെ അടിയിൽ യൂസ് ചെയ്യുകയാണെങ്കിലും നല്ല പെട്ടെന്ന് നമ്മുടെ സ്കിന്നെ അബ്സർവ് ചെയ്യുന്ന പോലെ തോന്നും കേട്ടോ. എൻ്റെ സ്കിന്ന് ഉണ്ട് നല്ല പോലെ ഡാമേജ് ആയിട്ടുണ്ട്. സ്കിൻ കെയർ ഒന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ സ്കിൻ അധികം ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഡ്രൈ ആയി നല്ലപോലെ പണി കിട്ടിയപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. എൻ്റെ സ്കിന്ന് ഭയങ്കര ഓയിലിയാണ്, എന്നാൽ ഡ്രൈയുമാണ്, കോമ്പിനേഷൻ സ്കിന്നാണ്, സെൻസിറ്റീവാണ്. അങ്ങനെ എന്താ പറയുക, എല്ലാറ്റിൻ്റെയും കൂടി ചേർന്ന ഒരു സ്കിൻ ടൈപ്പാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഏറ്റവും നന്നായിട്ട് തോന്നിയ ഈ 2 പ്രൊഡക്റ്റാണ്. ബാക്കിയുള്ളതൊക്കെ തേക്കുമ്പോൾ ചെറിയ നീറ്റലൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊന്നും അധികം എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇത് ഒരുപാട് നാളായി ഉപയോഗിക്കണു. ഇതുവരെ എനിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ചില സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്യുമ്പോൾ വൈറ്റ് വാഷ് അടിച്ച പോലെ ഒരുമാതിരി നല്ല പോലെ വൈറ്റ്നെസ് ഫീൽ ചെയ്യും. ഇത് കണ്ടോ, ഇത് നമ്മുടെ നാച്ചുറൽ ലുക്കാണ്. നമ്മുടെ സ്കിൻ എങ്ങനെയാണ് ഇരിക്കുന്നത് അതുപോലെയുള്ള ലുക്ക് തന്നെ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. ഇത് മോയ്സ്ചറൈസർ ചെയ്ത് സൺസ്ക്രീൻ ചെയ്തിട്ടുള്ള ലാസ്റ്റ് ലുക്കാണ് കേട്ടോ. കണ്ടോ, വലിയ വ്യത്യാസമൊന്നും തോന്നില്ല, എന്നാൽ നമുക്ക് നല്ലപോലെ യൂസ്ഫുള്ളും ആണ്. അപ്പോൾ ഈ 2 പ്രൊഡക്റ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ ഈ ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു ഇത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ യൂസ് ചെയ്തതിന് ശേഷം റിവ്യൂ പറയാം കേട്ടോ. മിനിമലിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു നല്ല ബ്രാൻഡാണ് കേട്ടോ. അതിൻ്റെ ലോഗോ തന്നെ ഹൈഡ് നത്തിങ് എന്നാണ്. പിന്നെ എനിക്ക് പേഴ്സണലി എനിക്കൊരു ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രാൻഡ് ആയതുകൊണ്ടാണ് ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല. പിന്നെ ഇപ്പോൾ വാങ്ങിക്കഴിഞ്ഞാൽ നല്ല ഓഫറാണ്, സൈറ്റിൽ കയറി നോക്കുക, നല്ല നല്ല ഓഫറുണ്ട് കേട്ടോ. എൻ്റെ ഈ 2 വാങ്ങിയതേലും 2 കൂടി ഫ്രീ കിട്ടി. അപ്പോൾ കൈ നിറച്ച് സാധനങ്ങൾ നമുക്ക് വാങ്ങാം. പിന്നെ വെയിലത്തൊക്കെ ഇറങ്ങുമ്പോൾ മസ്റ്റായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യുക. സൺസ്ക്രീൻ ഇടുന്നതിന് മുന്നേ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. ഇങ്ങനെയൊക്കെ നോക്കിയാൽ തന്നെ നമ്മുടെ സ്കിൻ ഒരുവിധമൊക്കെ റിക്കവറായി കിട്ടും കേട്ടോ.